ആയിരങ്ങളുടെ നിലവിളിയുടെയും കണ്ണീരിന്റെയും മധ്യേ പാറ്റ് നിബിൻ മാക്സ്വെല്ലിന് നാട് യാത്രാമൊഴി നൽകി. കൊല്ലം വാടി പനമൂട് കാർമൽ കോട്ടേജിൽ ആന്റണി മാക്സ്വെൽ റോസ്ലിൻ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായ പാറ്റ് നിബിൻ മാക്സ്വെൽ വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലുണ്ടായ ഹിസ്ബുൾ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. കൂട്ടത്തിൽ 7 പേരുകൂടി പരിക്കേറ്റ ആശുപത്രിയിലാണ്. ജോസഫ് ജോർജ്, പോൾ മെൽവിൻ എന്നിവരാണ് പരിക്കേറ്റ മലയാളികൾ. ഇസ്രയേലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മലയാള മാധ്യമങ്ങൾ വിമുഖത കാണിക്കുന്നതുകൊണ്ടാവാം ഇപ്പോഴും ഇസ്രായേലിലേക്ക് തൊഴിലെടുക്കുവാൻ പോകുന്നവർ അനേകമാണ്. 2 മാസമേ ആയുള്ളൂ പാറ്റ് നിബിൻ മാക്സ്വെൽ ഇസ്രയേലിൽ കാർഷിക മേഖലയിലെ ജീവനക്കാരനായി പോയിട്ട്. ഇസ്രയേലിൽ തന്നെയുള്ള മൂത്ത സഹോദരൻ നിവിനും ഇളയ സഹോദരൻ പാറ്റ്സനും മറ്റു ബന്ധുക്കളും സംസ്കാരത്തിനായി എത്തിയിരുന്നു. 5 വയസ്സുള്ള ആമി എന്നൊരു മകളുണ്ട് ഈ ചെറുപ്പക്കാരന്. ഭാര്യ ഫിയോണ ഗർഭിണിയാണ്. വാടി സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മരണങ്ങളെല്ലാം ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. തീവ്രവാദത്തിന്റെയും യുദ്ധത്തിന്റെയും ക്രൂരതകളിൽ അനേകർ മരിച്ചു വീഴുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലാതെ അവർക്കെതിരെ ഒരുമിച്ച് നിന്ന് പൊരുതുവാൻ മലയാളിക്ക് എന്നാണ് കഴിയുക? കരുതൽ ന്യൂസ്, കൊല്ലം.